എല്ലാ സമൃദ്ധിയാകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാ സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. മാനുഭാരത്താലനെ മാനുവേദനയാൽ നിറഞ്ഞെ മനമൊരുങ്ങിയാൽ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമൊരുങ്ങിയാൽ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, രോഗപിണിയിൽ ആശ്വാസകൻ. കൊടുമയിലവൻ തളരുമവൻ എന്റെ യേശു എത്ര നല്ലവൻ. കൊടുമയിലവൻ തളരുമവൻ എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ. യേശുക്രിസ്തു മൂന്നാം നാള് ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റത് യേശുക്രിസ്തു മാത്രമുള്ളൂ. സ്വതം യഹൂദന്മാരെ യേശുവിനെ ഉയർപ്പ് തടയാൻ വേണ്ടി അല്ലെങ്കിൽ അവരെന്തുണ്ട് റോമൻ ഭരണാധികാരികളെ സ്വാധീനപ്പെടുത്തി 100ഓളം പടയാളികളും ശതാധിപന്മാരെ കാവലാക്കി. എന്തിനാ? യേശുവിനെ കാരാഗ്രഹത്തിൽ നിന്ന് ആരും ഈ കല്ലറയിൽ നിന്ന് ആരും പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കല്ലറ യേശു പുറത്തേക്ക് വന്നോ? വന്നു. കല്ലറയുടെ വാതിൽ അടഞ്ഞിരുന്നു. പക്ഷെ അവര് വിചാരിച്ചതല്ലോ യേശു മനുഷ്യത്വത്തോടെ കല്ലറവാതിൽ തുറന്ന് പുറത്തേക്ക് വരുമെന്നാ ചിന്തിച്ച്. പക്ഷെ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ കല്ലറയുടെ വാതിൽ അടഞ്ഞു കിടന്നിരുന്നാലും യേശു പുനരുത്ഥാനം ചെയ്തു. സ്വതന്ത്രൻ അവരൊരു കിംവദന്തികൾ ഉണ്ടാക്കി, ആളുകൾക്ക് കാശ് കൊടുത്ത് കിംവദന്തികൾ ഉണ്ടാക്കി. എന്നിട്ട് യേശുവിനെ ആരോ കട്ടുകൊണ്ട് പോയി. അപ്പോൾ അതിൽ തന്നെ ഒരു വാർത്ത, യേശു അവിടെ ഇല്ലെന്നുള്ളൊരു വാർത്ത പരന്നു. അല്ലല്ലേ? ഇങ്ങനെ മനസ്സിലായപ്പോ എനിക്ക് തോന്നി, ഇങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ആമേ യേശുവിന് പ്രത്യേകതയുണ്ട്. യേശു മരിച്ച് മണ്ണിൽ ലയിച്ചു പോവുകയാണ് ചെയ്തത്. മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. അല്ലല്ല? അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ യേശുവിന്റെ പിന്നാലെ സ്വത്രം യേശുവിന് അടുത്ത എബ്രായത്തിൽ അന്ന് എനിക്കറിയില്ല, എബ്രായത്തിൽ പറഞ്ഞത് ഒരിക്കൽ യേശു മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എന്തിനു ആ മേഖലയിൽ യേശു മരിച്ചു. ഇനി മരിച്ചു ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. എബ്രായർ 9:28 ആ ഉയർത്തെഴുന്നേൽപ്പ് സകല മനുഷ്യർക്കും ഉയർപ്പിന്റെ ഉറപ്പാണ്.